മെയിൻ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതാണ് ഈ ബാക്കിലിരിക്കുന്ന ആൾക്കാര്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ വ്ളോഗ് മാസ് സീരീസിന്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഒരു ക്രിസ്മസ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തു. ഇന്നപ്പോ നമ്മുടെ ഡേ 2 ആണ്. അപ്പൊ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കുറച്ച് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമാണ്. നമുക്കൊരു ട്രീ വെക്കും, അല്ലെങ്കിൽ ഒരു ക്രിബ് സെറ്റ് ചെയ്യും, സ്റ്റാർ വെക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ വെറുതെ നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിൽ ക്രിസ്മസ് റീത്ത് വെക്കും. അങ്ങനെ ക്രിസ്മസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഞാൻ എൻ്റെ വീട്ടില് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഈ ഒരു ഡിസംബറിൽ ഈ ഒരു വർഷത്തെ മാത്രമല്ല, ഞാൻ ഒരു 1-2 കൊല്ലമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രിസ്മസിന്റെ ഡെക്കോർ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കൊല്ലം മാത്രമല്ലല്ലോ, നമുക്ക് ആ ഒരു സാധനം എത്ര നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും വർഷത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്കത് എടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർഷം നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്ക് നമ്മുടെ കളക്ഷനൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി നമുക്ക് ഒരു കുറച്ച് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഈ ഒരു വർഷം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആകെ 2 കാര്യമുള്ളൂ. അപ്പൊ അതും പിന്നെ എന്റെ കയ്യിലുള്ള ബാക്കി ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസും ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഈ വർഷത്തെ ഒരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ. അപ്പൊ ഈ ഒരു ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, സാധാരണ ഒരു ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത്രയും വലിയ ആർഭാടൊന്നും ആവശ്യമില്ലാത്തവർക്ക് പറ്റിയതാണ് ഇങ്ങനത്തെ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടില് നമ്മുടെ ലിവിംഗ് റൂമിൽ അവിടെ എവിടെയെങ്കിലും വാളിൽ നമുക്ക് ഹാങ് ചെയ്തിട്ട് ഇടാം. ഇത് മാത്രമല്ല, നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേറെ ഷെയർ ചെയ്യാം എങ്ങനെയാ ചെയ്തെന്നുള്ളത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു വർഷം വാങ്ങിച്ചതാണ് ഈ ഒരു എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഡോർമയോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പ് തന്നെ. മെറി ക്രിസ്മസ് എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് നമുക്കത് വീടിന്റെ ഫ്രണ്ടില് നമ്മുടെ മെയിൻ ഡോറിന്റെ അവിടെ അല്ലെങ്കിൽ നമുക്ക് എവിടെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിടാം. അപ്പൊ ഇതൊരു സാന്റ അങ്ങനെ കെടുക്കുന്ന പോലെയാണ് കേട്ടോ. അത് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മെറി ക്രിസ്മസിന്റെ മേലെ ഇങ്ങനെ കെടുക്കുന്ന പോലെയാണ് ഈ ഒരു സാന്റ ഇരിക്കുന്നത്. പിന്നെ അതിന്റെ എവിടെയാ, അതാ ഇവിടെ ഒരു കുട്ടി ബെല്ലും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഡോറിന്റെ അവിടെയൊക്കെ ഇടാണെങ്കിൽ നമുക്ക് ഡോറ് തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഒരു ഈ ഒരു ബെല്ലിന്റെ ഇതും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ക്രിസ്മസ് ഫീൽ എന്തായാലും കിട്ടുമല്ലോ. അപ്പൊ ഇതാണ് വേറൊരു ഐറ്റം. അങ്ങനെ ഈ ഒരു 2 ഐറ്റമാണ് ഞാൻ ഈ ഒരു വർഷം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കാണിക്കാനുള്ളത് കുറച്ച് 1-2 വർഷമായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത്രയും കുറച്ച് സാധനങ്ങളുള്ളൂ. ഈ ഐറ്റംസ് ആണ് ബാക്കി എനിക്ക് കാണിച്ചു തരാനുള്ളത്. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് കാണാം. ഇത് ഈ ഒരു വർഷത്തെ അല്ല, പക്ഷെ നമുക്ക് അറിയാലോ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു കൊല്ലത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വാങ്ങിക്കുക, പിന്നെ വരുന്ന ക്രിസ്മസുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. എന്തായാലും ഫസ്റ്റ് തന്നെ ഒരു കുട്ടി സാന്റാ ക്ലോസ്. എന്തായാലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്തായാലും മെയിൻ ആയിട്ടുള്ള ആളാണല്ലോ അപ്പൊ സാന്റ. അപ്പൊ ഈ കുട്ടി സാന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. നമ്മളുടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെയാണ് നമ്മുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് അതുമായി വെക്കാൻ പറ്റും. ഇനി ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം. ഞാൻ സത്യത്തിൽ ഇത് ഹാങ് ചെയ്ത് വെക്കാറില്ല. ജസ്റ്റ് നമ്മുടെ ടിവിയുടെ ആ താഴെയുള്ള ടേബിളിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഹാങ് ചെയ്ത് ഇടാം, പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. മെയിൻ ആയിട്ടുള്ളത് ഇതുപോലെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. കാരണം അല്ലാത്ത ഐറ്റംസിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അത്രയും ഇത് ചെയ്യാറില്ല. ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇതുപോലെ ഡോറിൽ ഹാങ് ചെയ്തിടാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കുട്ടി ക്രിസ്മസ് റീത്ത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് റീത്തിന്റെ ഇവിടെ ഒരു സാന്റ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിനുണ്ട് ഇതുപോലെ ഒരു ബെല്ല്. നമ്മൾ ഓരോ വർഷം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഡോർമ ഇത് ലാസ്റ്റ് ഇയർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷം പുതിയത് മാറ്റുമ്പോൾ പഴയതിന് സ്ഥലം മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ട്രീയുടെ അവിടെയോ അല്ലെങ്കിൽ ക്രിബിന്റെ സൈഡിലെങ്ങാനും വെക്കും. അപ്പൊ ആ പഴയ ഐറ്റംസ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഓരോ വർഷം നമ്മൾ 1-2 ഐറ്റംസ് വാങ്ങിച്ചാലും നമുക്ക് പിന്നീടുള്ള ക്രിസ്മസുകൾ ഒന്നും കൂടി കൂടുതൽ ഭംഗിയാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വേറെ കാണിക്കുന്നതും ഒരു ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ഡെക്കോർ തന്നെയാണ്. ഇതൊരു റെയിൻഡിയർ ആണ് കേട്ടോ. മറ്റേത് നമ്മൾ 2 സാന്റേനെ കാണിച്ചു. അപ്പൊ ഇത്
ഒരു വെറൈറ്റിക്ക് ഒരു കുട്ടി റെയിൻഡിയർ. ഇതിന് ബെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഇത് കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട്. ഇത് നമ്മൾ ലുലുന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് എനിക്ക് ഒരു 5 ദിറം അങ്ങനെ എന്താ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ, ചെറിയ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. വളരെ സിമ്പിളാണ്, അത്രയേ ഉള്ളൂ ഇതിന് പ്രൈസും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേറൊരു ഡെക്കോറായിരുന്നു ഇത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്മസ് റീത്താണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇതിനേക്കാളും ചെറിയ സൈസാണ്, ഇത് കുറച്ചും കൂടി വലുതാണ്. പിന്നെ ഇതിന് എന്താ പറയാ, ഇതിന്റെ ഈ ബോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാനിത് 2 വർഷം മുന്നത്തെ ക്രിസ്മസിന്, അതായത് 2022 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പൊ ഇത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് വേറൊരു ക്രിസ്മസ് ഡെക്കോർ. ഇനി കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതുപോലത്തെ ഒരു ബോയ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു സിൽവർ കളറിലാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കാണാറുണ്ടല്ലോ ഇതുപോലത്തെ. അപ്പൊ ഇത് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ ട്രീയുടെ മുകളിൽ നമ്മൾ സ്റ്റാർ വെക്കും. അപ്പൊ ഈ ട്രീയുടെ നമ്മുടെ സ്റ്റാർ കുറച്ച് വെയിറ്റ് കൂടുതൽ പോലെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ആ ട്രീയുടെ മേലത്തെ സ്ഥലത്ത് വെക്കുമ്പോൾ അതിന് ആ ഒരു വെയിറ്റ് അത് പറ്റാത്ത പോലെ ആയതുകൊണ്ട് ഇതാകുമ്പോ അത് അങ്ങനെ വെയിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പിന്നെ ട്രീയുടെ മേലെയുള്ള സ്റ്റാർ മാറ്റി പിന്നെ ഈ ബോയ് ഇതാണ് വെച്ചത്. അപ്പൊ അങ്ങനത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്. പിന്നെ കാണിക്കാനുള്ള ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4 കാൻഡിൽസ് ആണ് കേട്ടോ. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് കളറിലുള്ള കാൻഡിൽസ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ സെയിം സൈസിൽ തന്നെയുള്ളത് ഇതുപോലത്തെ. ക്രിസ്മസ് അല്ല, അപ്പൊ അതുകൊണ്ട് ഭംഗിക്ക് വെക്കാലോ എന്നുള്ളതിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചെറിയ റെഡ് കളറിലുള്ള കാൻഡിൽസ്. ഇതന്നെ സെയിം ഈ സൈസിലേക്കുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ തന്നെ ഒരു 2 എണ്ണം കൂടി 4 എണ്ണം ഇതേപോലത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ്, ഇനി വൈറ്റ് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് റെഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ സെയിം സൈസിലുള്ള ഒരു 4 കാൻഡിൽസ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു കുട്ടി ക്രിസ്മസ് ഡെക്കോ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് കളക്ഷൻ. എന്റെ ഇതൊക്കെയാണ് ഞാൻ എന്റെ ഈ ക്രിസ്മസിന് ഓരോ വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന, എന്റെ വീടിനെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്ന മെയിൻ ആളുകള്. ഇനി അതിനേക്കാളും മെയിൻ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതാണ് ഈ ബാക്കിലിരിക്കുന്ന ആൾക്കാര്. ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്ത കേട്ടോ. അപ്പൊ ഇതാണ് മെയിൻ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ ഒരു വർഷത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ആകെ 2 ഐറ്റം വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണുണ്ടെങ്കിൽ അത് നമുക്ക് ഇനിയുള്ള ആ ഒരു ഐറ്റം എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും വരെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പൊ ആകെ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് ഫസ്റ്റ് കാണിച്ച ആ ഒരു 2 ഐറ്റംസ്. ബാക്കിയെല്ലാം പഴയ ക്രിസ്മസിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള വിശേഷം കാര്യങ്ങളും വേറെ പറയുന്നോണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്ത കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ എന്താ പറയാ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ്. കാരണം എന്റെ ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇതാണ്. അപ്പോൾ എന്റെ ഒരു കുട്ടി ക്രിസ്മസ് കളക്ഷൻ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി ക്രിസ്മസിന്റെ മറ്റു വിശേഷങ്ങളും വീഡിയോസും ഒക്കെ നമുക്ക് വേറെ കാണാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടെ ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.